ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇക്ബാൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കാലിക്കറ്റുള്ള BM വാൾപേപ്പേഴ്സിലാണ്. അപ്പം നിങ്ങൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളാണല്ലോ അധികം വാൾപേപ്പേഴ്സിലോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഷോപ്പാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത്. ലൊക്കേഷൻ എന്ന് പറഞ്ഞത് കോഴിക്കോട് ആ, സ്റ്റേഡിയത്തിന്റെ അടുത്ത് സുഡിയോ ആ, സുഡിയോന്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിൽ വന്നാൽ ആ, ഓക്കെ. ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിന്റെ സുഡിയോന്ന് കറക്റ്റ് ജസ്റ്റ് ഒരു സ്ഥലത്തിന്റെ പേരെന്താ അങ്ങോട്ട്? ഇത് മക്കോലത്തിൽ എന്നാ പറയാ. ആ, മക്കോലത്തിലേക്കല്ലേ? 04 കോഴിക്കോട് 04. ലൊക്കേഷൻ വരിക. ഓക്കെ, അതായത് നമ്മുടെ കാലിക്കറ്റ് ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ്, സുഡിയോൺ ഷോറൂമിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് റോഡ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ ഏതൊക്കെ കാറ്റഗറിയിലുള്ള വാൾപേപ്പേഴ്സ് ചെയ്യുന്നത്? നമ്മളിപ്പോ വാൾപേപ്പർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വേറൊരു മെറ്റീരിയൽ ചെയ്യുന്നുണ്ട്, ലിക്വിഡ് വാൾപേപ്പർ, ലിക്വിഡ് വാൾപേപ്പർ. പിന്നെ ഗ്രാനുവൽസ്. വാൾപേപ്പർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന് 10 റുപ്യ, 10 റുപ്യന്റെ താഴെയാണ് വരിക. ഒരു 10 സ്ക്വയർ ഫീറ്റിന് 10 രൂപ ആ ഒരു ലെവലില് മുതലല്ല? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു റോള് വാൾപേപ്പർ 500 റുപ്യ എന്നുള്ള മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ? സ്റ്റാർട്ടിങ് ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ഐറ്റം വാൾപേപ്പർ വരുന്നുണ്ട്. ആ. വാൾപേപ്പറിൽ തന്നെ ഈ ഡിസ്പ്ലേ ചെയ്തതൊക്കെ നമ്മൾ ഈ ഓഫർ പ്രൈസിന് ഓക്കെ, കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഒരുപാട് മോഡൽസ് ഇവിടെ ഇവര് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ചെമ്മണ്ണൂർ ഗോൾഡിന്റെ ഒക്കെ സ്ഥിരമായിട്ട് നിങ്ങളല്ലേ ചെയ്യുന്നത്? ചെമ്മണ്ണൂരിലൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് വാൾപേപ്പർ ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പൊ ഒരു 4 വർഷത്തിന് മേലായിട്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. മണപ്പുറത്തിന് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ അതിന്റെ എഞ്ചിനീയർമാരുടെ വർക്ക് ഞങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. ചെയ്ത് കൊടുക്കുന്നത്. അവരൊക്കെ ഷോറൂമുകളിലോട്ടല്ലേ? അതെ, അവര് ഷോറൂമുള്ളൂ. ചെമ്മണ്ണൂർ ഷോറൂമിൽ അതേപോലെ കോൺഫിഡന്റ് ഒരുപാട് വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റിന്റെ അതെ അതെ. കേരളത്തിന് പുറത്തും ഒരുപാട് കേരളത്തിന് ചെയ്തിട്ടുണ്ട്. പുറത്ത് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂര്, പൂനെയില്, ഹൈദരാബാദ് ഒക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് വർഷമായിട്ട് 8 വർഷത്തോളമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതേപോലെ ഇന്റീരിയർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ നിങ്ങൾ? അത് ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ എല്ലാ ഇത് കർട്ടനൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ടല്ലേ? അതിന് പുറമെ പറഞ്ഞാൽ ഞങ്ങൾ ഈ ലിക്വിഡ് വാൾപേപ്പർ എന്ന മെറ്റീരിയൽ. ആ. ലിക്വിഡ് വാൾപേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഡെമോസ് ഇല്ലേ അവിടെ? ഡെമോസ് നമുക്ക് അത് നേരം കാണാം. ഇതാണല്ലോ നമ്മളെ ലിക്വിഡ് വാൾപേപ്പേഴ്സ് വാൾപേപ്പറിന്റെ ഇത് കാറ്റലോഗ്. കാറ്റലോഗ് അല്ലേ? ഇത് ഇതില് ഏകദേശം ഒരു 10-30 കളറാണ്. കളേഴ്സ് അല്ലേ? പക്ഷെ ഒരു 100 കളറ്, ഞങ്ങളുടെ 100-ലധികം കളറ് മോഡൽസ് വരുന്നുണ്ട്. ഇതിന്റെ കാറ്റലോഗ് ഉണ്ട്. പിന്നെ ഇതിപ്പോ നിങ്ങൾ എങ്ങനെ ഇത് ചുമരില് സെറ്റ് ചെയ്യാം? ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ശരിക്ക് ഗമ്മ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ. ഇതിന്റെ ഓൾ കേരള ഡീലർഷിപ്പ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തേക്ക് മെറ്റീരിയലും ഡെലിവറി ചെയ്യുന്നുണ്ട്, അതോടൊപ്പം വർക്കും ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് സ്ക്വയർ ഫീറ്റിന് 60 രൂപ വരിക. 60 രൂപ. അതില് ഇതിന്റെ ചെയ്യാനുള്ള വർക്കിന്റെ ചാർജ് മൊത്തത്തിൽ 60 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 60 മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാല് ചില ചുമരില് പുട്ടിടേണ്ട ആവശ്യം വരില്ല. ഡയറക്റ്റ് ചെയ്യാം. ഒരൊറ്റ കോട്ട് പ്രൈമർ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ പുട്ടിടുന്ന പൈസ, പെയിന്റ് അടിക്കുന്ന പൈസ ഒക്കെ പ്രൈമർ മാത്രം ചെയ്യുന്നത്. അത് ഇതിൽ ലാഭം എടുക്കാനും പറ്റും, നല്ല മനോഹരമായിട്ട് നിങ്ങളെ ചുമരിനെ മാറ്റാനും പറ്റും. പിന്നെ ചെറിയ ലീക്കേജ് എന്ന് വന്നാല് ഇത് വെള്ളത്തിന് ശരിക്ക് ഒബ്സർവ് ചെയ്തെടുത്തിട്ട് ഒരു ക്ലോത്ത് പോലത്തെ പറ്റിയില്ല, വെള്ളത്തിന് ഒബ്സർവ് ചെയ്തിട്ട് ബാഷ്പീകരിച്ചു പോകും. നമ്മളെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കും വീഡിയോയില്. ഇതേപോലെയാണ് ഉണ്ടാവുക ലിക്വിഡ് വാൾപേപ്പർ. 3 വർഷം ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ സീലിംഗ് ഒന്ന് കാണിച്ചു. സീലിംഗ് മോഡൽ ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ഗ്രാനുവൽസ് എന്ന് പറഞ്ഞിട്ട്. ഇത് കല്ലാണ്, സ്റ്റോണ്. സാധാരണ നമ്മൾ സ്റ്റോണിന്റെ ആ ഒരു ഗ്രിപ്പ് വരുന്ന ടൈപ്പ് മോഡൽ. സ്റ്റോൺ തന്നെ ഇത്. സാധാരണ നമ്മൾ സ്റ്റോണിന്റെ വരുന്നതെന്ന് പറഞ്ഞാല് സ്റ്റോണിൽ കളർ മിക്സ് ചെയ്തിട്ട് ടെക്സ്ചർ ചെയ്യാൻ. ഇത് സ്റ്റോൺ തന്നെ ഈ ഒരു കളർ ആയിരിക്കും. ഈ വൈറ്റില് ബ്ലൂ വരുന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ സ്റ്റോൺ പൊടിച്ചെടുക്കുക, വൈറ്റ് സ്റ്റോൺ പൊടിച്ചെടുത്തിട്ട് അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കളർ ഫെയ്ഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കളർ ഫെയ്ഡിങ് അല്ല ഇതില്. ഒരു ഔട്ട്ഡോർ ചെയ്യുന്നതാണ്. ഔട്ട്ഡോർ ചെയ്യും. ഇത് ഇത്രയും മെറ്റീരിയൽ ഔട്ട്ഡോറും, ഈ ഫ്ലൂറസെന്റ് കളറൊക്കെ വരുന്നത് പോലുള്ളത് രണ്ടും ഈ ഇൻഡോർ ആണ് വരുന്നത്. ബാക്കിയൊക്കെ ഔട്ട്ഡോർ ചെയ്യാം. ഇതിപ്പോ നമ്മള് മെറ്റീരിയൽ വിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഒരു 60 രൂപ മുതലാണ് ഇതിന് സ്ക്വയർ ഫീറ്റ്. അതെ, ലേബർ ചാർജ് ഉൾപ്പെടെ. അതില് സ്റ്റാർട്ടിംഗ് പ്രൈസ് 60 മുതലാണ്. ഇതിന് ഇതുപോലെ തന്നെ പുട്ടിടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ക്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ ചുമരിന് ചെറിയ ക്രാക്കോ ചെറിയ പൊട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. ഇത് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കാണാത്ത രീതിയിലാവും. പിന്നെ ഈ വാൾപേപ്പർ ഒട്ടിക്കുന്ന നനവ് വരുന്ന സ്ഥലത്ത് ഒട്ടിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞേക്കാം. അതിന്റെ എന്താണ് ഈ ടൈപ്പ് അതിലേക്ക് ചെയ്യാൻ പറ്റും? ഈ ടൈപ്പ് അതിലേക്ക് ചെയ്യാൻ ഈ നനവ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ചുമര് കംപ്ലൈന്റ്. ഈ വാള് തന്നെ കംപ്ലൈന്റ് ആകുമ്പോ വാൾപേപ്പർ എന്നല്ല എന്ത് മെറ്റീരിയൽ ചെയ്താലും പൊളിഞ്ഞു പോകും. അതിന് ചെറിയൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ വെള്ളം വരാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ മെറ്റീരിയൽ വെള്ളത്തിൽ ഒബ്സർവ് ചെയ്തിട്ട് ബാഷ്പീകരിക്കുന്നതുകൊണ്ട് കുറെയൊക്കെ പരിഹരിക്കപ്പെടും. ഈ ബാത്റൂമിന്റെ ഒരു സൈഡിൽ വരുന്ന വാണ്ടല്ലോ, ഈർപ്പം വരാനുള്ള ചാൻസ് 4 വർഷമായ
വാള് 4 വർഷം 5 വർഷം ഒരു കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. ഇതിൽ വരുന്നത് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഔട്ട്ഡോർ ചെയ്ത് ആ ഓക്കെ. ക്രാക്ക് വരുന്ന സ്ഥലമോ ആ. അല്ലെങ്കിൽ ചെറിയ പൊട്ടുള്ള സ്ഥലമോ ആ. അങ്ങനൊന്നും ആ പ്രശ്നങ്ങൾ വരുന്നില്ല. വരുന്നില്ല. അതെന്ത് ചെയ്യാ, അതിനെ കവർ ചെയ്യും. ജസ്റ്റ് നമ്മള് സ്റ്റോൺ ഫിക്സ് ചെയ്ത പോലെ അതെ, തന്നെ അതെ, ഉണ്ടാവില്ല അതെ. ഈ ഒരു ഇതിന്റെ. അത് പിന്നെ നമുക്ക് ബുട്ടിന്റെ പൈസ ഒക്കെ ലാഭമാണ് വരുന്നത്. അത് ഫിനിഷിംഗ് ഇല്ലെങ്കിലും ഈ തേപ്പ് കഴിഞ്ഞിട്ട് പ്രൈമർ ചെയ്യാം, ഡയറക്റ്റ് ഇത് ചെയ്യാം. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. ഇനി വേറെ മോഡൽസ് ഇല്ല നമ്മള്? വേറെ മോഡൽസ് വരുന്ന പിന്നെ വാൾപേപ്പർ ആണ്. വാൾപേപ്പർ ഓൾമോസ്റ്റ് ഇവിടെ ഈ ഒരു ഇതിപ്പോ നമ്മുടെ അടുത്തുള്ളൊരു ഡിസൈൻ ആണ്. ഇത് ഒരു 3D ടൈപ്പ് ആണ് വരുന്നത്. ഇതല്ലേ? പിന്നെ നമുക്ക് വരുന്നത് പറഞ്ഞാല് ഇതൊക്കെ ഞങ്ങൾക്ക് ഇമ്പോർട്ടർ റോളാണ്. ഇത് ഇതൊക്കെ ഏത് കൺട്രീസിന്റെ അധികം നിങ്ങൾ ചെയ്യുന്ന ബ്രാൻഡ് ഏതാണ്? ഇത് കൊറിയ അതുപോലെ തന്നെ ചൈന ഒക്കെയാണ്. പക്ഷെ ഇതില് എന്ന് പറഞ്ഞാല് ഇതില് ഓൾമോസ്റ്റ് സാധനം നമ്മള് എനി ടൈം ഓർഡർ ചെയ്താല് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണല്ലേ? അപ്പൊ കസ്റ്റമർ ഇപ്പൊ ഇവിടെ ഡയറക്റ്റ് ഷോപ്പിൽ വരിക എന്നിട്ട് ഈ മോഡൽസ് കണ്ടിട്ട് ചിലപ്പോൾ ഡിസ്പ്ലേയിൽ ചിലപ്പോൾ മോഡൽസ് ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ കാറ്റലോഗിലുള്ള മോഡൽസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവരത് അറേഞ്ച് ചെയ്ത് പറഞ്ഞാൽ നമുക്കിപ്പോ രാവിലെ ഓർഡർ ചെയ്താല് നമ്മളെ ഗോഡൌണിൽ എത്തിക്കുന്ന സമയം ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. ഈ 2 കാറ്റലോഗ് ഏറ്റവും ലേറ്റസ്റ്റ്, ഈ ഒരു കാറ്റലോഗിന് പുറമെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു കാറ്റലോഗ് വന്നിട്ടുണ്ട്. ഇതിലുള്ള നമ്മൾ കാണിച്ചില്ല കേട്ടോ. ഇതില് ടെക്സ്ചർ ടൈപ്പ് ഒരുപാട് കാറ്റലോഗ് ഉള്ളത് കൊണ്ട് ഇവിടെ മാനേജ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ ഈ ഒരു എക്സാമ്പിൾ ആണ് വരുന്നത്. ഇതിങ്ങനെ ഒരു ചെക്ക് പോലുള്ള ഡിസൈൻ. ഇതിന് ഓരോ കാറ്റലോഗിലും നമ്മൾ അധിക കാറ്റലോഗിലും റൂമിലേക്ക് പറ്റിയത്, ഡൈനിങ് ഹാളിലേക്ക് പറ്റിയത്, അതേപോലെ തന്നെ ഷോപ്പുകളിലേക്ക് പറ്റിയത് ഡിഫറെന്റ് ആയിട്ട് വരും. ഇതൊക്കെ ഒരു ഹാളിലേക്ക് പറ്റിയ ടൈപ്പാണ്. അതിൽ തന്നെ ഒരു മെൻഷൻ ചെയ്ത് കാണിക്കും ഇത് ഹാളിന് എങ്ങനെ ഇവിടെ അധികം കസ്റ്റമർ ആയിട്ട് ഡയറക്റ്റ് വീടിന്റെ ഓണേഴ്സ് ആണ് അവര് അല്ലെങ്കിൽ ആർക്കിടെക്ട് ആണ് അവരില്? ആർക്കിടെക്റ്റും വരുന്നുണ്ട്, കസ്റ്റമർ വരുന്നുണ്ട്. നമ്മൾ ആദ്യം ആർക്കിടെക്ട് വർക്ക് മാത്രമേ. ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് സിമെന്റ് ടെക്സ്ചർ. ഈ ഒരു സിമെന്റ് ടെക്സ്ചർ വാൾപേപ്പർ ചെയ്യുമ്പോഴും സിമെന്റ് ടെക്സ്ചർ ചെയ്യുമ്പോഴുള്ള ഡിഫറൻറ്റ് എന്താ വെച്ചാല്, വാൾപേപ്പർ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 5, 6, 7 വർഷം കഴിഞ്ഞ് നമ്മൾ ഇതൊന്നും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് വാൾപേപ്പർ റിമൂവ് ചെയ്തിട്ട് ഒരു കംപ്ലൈന്റ് വരാതെ വേറെ മോഡൽ ചെയ്യാം. അങ്ങനെ നമ്മൾ ടെക്സ്ചർ ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചുമര് ഒന്നെങ്കിൽ അല്ലെങ്കിൽ അതിന് മേലെ ഫിനിഷ് ചെയ്തിട്ട് പിന്നെ അടുത്ത ചെയ്യാൻ പറ്റും. ആ ഒരു അഡ്വാൻറ്റേജ് ആണ് വാൾപേപ്പർ. വെക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ മോഡൽ ഔട്ട് ആകുമ്പോൾ പുതിയ സ്വാഭാവികമായിട്ട് ഷോപ്പുകളിലൊക്കെ ആകുമ്പോൾ ഒരു ഇത്ര വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഇന്നത്തെ കാലം അങ്ങനെയാണ്. കാരണം എപ്പോഴും നമ്മൾ ഷോപ്പ് മാറിക്കൊണ്ടിരിക്കുന്ന നിർബന്ധമായ ഒരു സംഭവമാണ്. ആ ഒരു ഇത് അങ്ങനെ തന്നെ നമ്മൾ തന്നെ ചെയ്യാറുണ്ട്. 2 വർഷം കഴിഞ്ഞ് മാറ്റി ചെയ്ത് കൊടുക്കുന്ന ബ്യൂട്ടി പാർലർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു കംപ്ലൈന്റ് ഇല്ലെങ്കിലും 2 വർഷം കഴിയുമ്പോൾ ഇത് മാറ്റി. ഇതിങ്ങനെ ഓരോ മെത്തേഡ് മാറിയിട്ട് ഓരോ കാറ്റലോഗിലും. അല്ല, ഇത് കാറ്റലോഗിൽ വരുമ്പോൾ എന്ത് ചെയ്യാറ്, ഇതില് റേറ്റ് മാറും. ഇത് എന്ന് പറഞ്ഞാല് ശരിക്ക് 2 ചില്ലറ വരും. ഇത് പ്രീമിയം ആണ്. ഇത് നമുക്ക് നനച്ചു തുടയ്ക്കാം, ഒരു വാട്ടർ ഒരു ചെറിയ എന്തെങ്കിലും ചളിയോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നനച്ചു തുടയ്ക്കാം. നമ്മൾ കാണിക്കുന്ന കുറച്ച് പ്രീമിയം ആയിട്ടുള്ള മോഡൽസ് ആണ്. അപ്പൊ ഏത് ബഡ്ജറ്റ് വരെയുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്? 12,000 രൂപ വാൾപേപ്പർ വരെ ഉണ്ട്. അത് വരെ ഉണ്ട് അല്ലേ? സ്ക്വയർ ഫീറ്റിന് 12,000? അല്ല, ഒരു റോളിന്. അത് എത്ര? 50 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് ഒരു സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ നല്ലൊരു റേറ്റ് വരും. പക്ഷെ അത് ചെയ്യാനും ആളുകളുണ്ട്. അത് ഓരോരുത്തരുടെ കൺസെപ്റ്റ് അനുസരിച്ചാണോ? അപ്പം ഡിസൈനിങ്ങിൽ ചിലപ്പോ ആരും പൈസ ചിലപ്പോ നോക്കിക്കോണമെന്നില്ല. ഇനിയിപ്പം ബഡ്ജറ്റ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള സാധനം ഇവിടെ ഉണ്ട്. അത് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സ്റ്റാർട്ടിംഗ് പ്രൈസ് അത്രയും ലോ പ്രൈസും ഹൈ പ്രൈസ് വരെയുള്ള ഏത് കസ്റ്റമർ നമുക്ക് എന്ത് ചെയ്യാം, സംതൃപ്തിപ്പെടുത്താനുള്ളതാണ് നമ്മളെ ഉദ്ദേശം. റേറ്റ് റേറ്റ് കൂടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ള കൺസെപ്റ്റ് ഇവിടെ അല്ല. പ്രീമിയം ആവശ്യമുള്ളവർക്ക് പ്രീമിയം കൊടുക്കും. പക്ഷെ ഒരു ചെറിയൊരു പ്രൈസിന് വാൾപേപ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ ഇപ്പൊ ഹാളിലേക്ക് റൂമിലേക്കൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കസ്റ്റമേഴ്സിന് ഇപ്പൊ നിങ്ങളെ വർക്കും കാര്യങ്ങളൊക്കെ പേജ് അതിന്റെ ഡീറ്റെയിൽസ് BM സിൽക്ക് വാൾ നമ്മളെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതാണ് നമ്മളെ കമ്പനി വരുന്നത്. നമുക്ക് ഇത് കൂടാതെ പിന്നെ ഈ ഫർണിച്ചറിന്റെ കമ്പനി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇന്റീരിയറിന്റെ മേഖലയിൽ പോകുന്ന ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടെക്സ്ചർ ടൈപ്പ് ആണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു ഇത്, അതായത് ഈ ഒരു ടൈപ്പാണ് ഇപ്പൊ വരുന്നത്.
ഇതിന്റെ ഈ ടോപ്പ് ലെയർ എന്ന് പറഞ്ഞാല് ഉം. ഒരു വാട്ടർ റെസിസ്റ്റ് പോലെയാണ്. ഉം. ഇത് നമ്മൾ ഒരിക്കലും വാൾപേപ്പർ നനഞ്ഞൊരു ചുമരിൽ കൊണ്ട് ഒട്ടിക്കാൻ പറ്റില്ല. ഒട്ടിക്കാൻ പറ്റില്ല. ഇത് ഒരു സൈഡ് വാട്ടർ റെസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ എന്തെങ്കിലും വെള്ളം നിന്നാല് ഉം. ബബിൾസ് ഇട്ട് പൊളിച്ച് ഇങ്ങനെ പോകുന്നത്. ടൈല് വരെ അങ്ങനെ സംഭവിക്കാം. പറഞ്ഞു പോരും. ഇതിലിങ്ങനെ കുറെ ഡിസൈൻ വരുന്നുണ്ട്. ഇപ്പൊ ഡിസൈൻ നിങ്ങള് ഏകദേശം ഒരു മണിക്കൂറോ 2 മണിക്കൂറോ കാണാനുള്ള സാധനം ഉണ്ടല്ലോ അവിടെ. 100, 200, 500 ഡിസൈൻ അപ്പം എല്ലാം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ വരിക, അല്ലെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്തിട്ട് ഫോട്ടോസ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷനിൽ കസ്റ്റമർക്ക് വാൾപേപ്പർ എന്താന്ന് അറിയണോ, ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ഷോപ്പിൽ വരിക. നോക്കി സംതൃപ്തിപ്പെട്ട് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മാത്രം എടുത്താൽ മതി. എടുത്താൽ മതി. ഒരാൾക്ക് വാൾപേപ്പർ എന്താന്നൊരു നോക്കണം Doubt ഉള്ള എന്നുണ്ടെങ്കിൽ ആൾക്കാരുണ്ടാവും. നമ്മളെ ഷോപ്പിലേക്ക് വരാം. ഉം. നമ്മളെ ഷോപ്പിലേക്ക് വന്ന് അതിന്റെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ clear ചെയ്യാൻ പറ്റും. അത് ക്ലിയർ ചെയ്തതിനു ശേഷം ഇനിയിപ്പോ ചിലപ്പോ നമ്മളെ വീഡിയോ പുറത്തുനിന്ന് ജില്ലയിൽ നിന്നുള്ള ആളുകൾ കാണുന്നുണ്ടാവും, വിദേശത്തു നിന്നുള്ള ആൾക്കാർ അതെ, കാണുന്നുണ്ടാവും, നാട്ടിൽ വീട് പണി അടക്കുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനത്തെവർക്കൊക്കെ ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അതുണ്ട്. ഞങ്ങൾ പുറത്തൊക്കെ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ കുറെ കുറച്ചുകൂടി ഇത് പ്രീമിയം കാറ്റഗറി വരുന്നതാണ്. ഇത് പ്രീമിയം കാറ്റഗറിയാണ്. ഇത് പല റേറ്റ് ഉണ്ട്. അപ്പൊ നമ്മള് മുമ്പ് കണ്ടതിന്റെ ഒരു മോഡലാണുള്ളത്, പിക്ചർ മോഡലാണുള്ളത്. അതായത് ഓരോ നമ്മളിപ്പോ ഒരു കസ്റ്റമർ എത്രയോ ആളുകൾ എത്രയോ മനസ്സേക്കുള്ളൂ. ഓരോരുത്തർക്ക് ഓരോ താല്പര്യം. ഒരാൾ ഒരു വീട്ടിൽ തന്നെ ഇപ്പൊ 4 ആളെ റൂം ചെയ്യണ്ടെങ്കിൽ 4 ആള് 4 രീതിയിലേക്ക് ചിന്തിക്കും. ഒരാൾ ചിലപ്പോ ലൈൻസ് ആണ് ചിന്തിക്കുന്നതെങ്കിൽ അടുത്ത ആൾ ചിലപ്പോ 3D ചിന്തിച്ചത്, തൊട്ടടുത്ത ആള് ഈ കാറ്റലോഗ് അടുത്ത കാറ്റലോഗിലേക്ക് സെലക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഈ വാൾപേപ്പർ ഇത്രയും മോഡൽസ്. നമുക്ക് അവിടെ നമ്മളെ ഡിസ്പ്ലേയിലുള്ള മോഡൽസ് കൂടെ കാണിച്ചു. ഇതൊക്കെ ഇപ്പൊ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊക്കെ 10 രൂപയാണ് സ്ക്വയർ ഫീറ്റിന്. 10 രൂപ പറഞ്ഞാല് അത്രയും നമ്മളെന്ത് ചെയ്യാണ്, നമ്മളിപ്പോ ഇത് ഓഫർ പ്രൈസിൽ കൊടുക്കാണ്. ഇത് ഓഫർ ആയിട്ട് ചെയ്ത് കൊടുക്കാണ്. അത് ഏകദേശം ഈ ഒരു ഡിസൈൻ ഇത് 10 രൂപ ചിലപ്പോ ചില സ്ഥലത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒറ്റ മെറ്റീരിയലേക്ക് 10 രൂപ ഉണ്ടാവും. ഈ മോഡൽസിൽ പറഞ്ഞാൽ ഞങ്ങള് 10 രൂപന്റെ ഡിസൈൻ ഏതാന്ന് ഒരാൾ കസ്റ്റമർ ചോദിച്ചാൽ ഈ കാണുന്ന ഇത്രയും ഡിസൈൻ മൊത്തം 10 രൂപ സ്ക്വയർ ഫീറ്റിന് ചെയ്യുന്ന അവിടെ അടുത്ത വാളില് ഞങ്ങൾ ഈ ഒരു ഇതിൽ ഏതെടുത്താലും ഞങ്ങൾ പറയാൻ പോണത് 10 രൂപ. ഇതിൽ ഈ വാളിൽ ചെയ്ത് ഏത് സാധനത്തിനും 10 രൂപ. 10 രൂപേന്റെ ഒരു കസ്റ്റമർ വന്ന് 1 or 2 ഡിസൈൻ കാണിച്ച് 10 രൂപ വരാം. ഏതെടുത്താലും ഇതിൽ ഏതെടുത്താലും ചൂസ് ചെയ്താലും 10 രൂപ. ഇത് ഓഫറിൽ വരുന്നതാണ്. ഇത് മൊത്തം ഈ കാണുന്ന ഈ മുകളിൽ കാണുന്ന ഈ സാധനമൊക്കെ ഓഫറിൽ വരുന്നതാണ്. നമുക്ക് അതിന്റെ റോളൊന്ന് കാണിച്ചു കൊടുക്കാം, എങ്ങനെയാണ് ഇതിന്റെ ഇത് വരാന്നുള്ളത്. റോഡ് വരാന്ന് പറഞ്ഞാൽ ഏകദേശം 9.5-10 മീറ്ററാണ് റോഡ് വരിക. കമ്പനി ഡിഫറെന്റ് ആവുന്നതനുസരിച്ച് എങ്ങനെയാണ് 50 ചില്ലാൻ സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ 10 രൂപേന്റെ താഴെ വരിക. കാരണം 50 ചില്ലാൻ ചോട എന്തായാലും കസ്റ്റമർക്ക് കോസ്റ്റ് വരുള്ളൂ കേട്ടോ. കാരണം 50 സ്ക്വയർ ഫീറ്റിന് മേലെ എങ്ങനെ ഉണ്ട് 55-57 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇങ്ങനെ 10 മീറ്റർ നീളവും 9.5 മീറ്റർ ഷീറ്റ് ഇങ്ങനെ ഷീറ്റായിട്ട് ഒട്ടിക്കുക. സാധാരണ ഒരു 9.5 മീറ്റർ ആണ്. വളരെ അപൂർവം പേപ്പർ 9ഉം ചിലത് 10ഉം. 9.5 എങ്ങനെ ഇനി 9 വന്നാലും 50 സ്ക്വയർ ഫീറ്റിന് മേലെ. അപ്പൊ ഇത് ഇങ്ങനെയാണ് വരിക. ഇതാണെങ്കിൽ ഇതിപ്പോ നമ്മള് 10 രൂപേന്റെ റോള് കൊടുക്കുന്ന വെച്ചാൽ ക്വാളിറ്റിയില് പ്രശ്നമൊന്നുമില്ല. ക്വാളിറ്റിയില് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണോ? കാറ്റലോഗ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഐറ്റംസിന് മാത്രം നമ്മളിപ്പോ 7 വർഷമായിട്ട് വാൾപേപ്പർ ചെയ്യുന്നുണ്ട്. അതില് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് വരുന്ന സാധനങ്ങളും അതേപോലെ നമുക്കിവിടെ ഇപ്പൊ ഈ ഒരു വാളൊക്കെ കാലിയൊക്കെയാണ്. ഇതിപ്പോ പുതിയ മെറ്റീരിയലിന്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളായിട്ട് ഈ മെറ്റീരിയൽ ക്ലിയറൻസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയും ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് BM വാൾപേപ്പേഴ്സിലുള്ള ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ നമ്മള് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഏത് കമ്പനിയുടെ ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതാണ് കമ്പനി? നമ്മള് സുസ്ഥിര എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ഇപ്പൊ കൃത്യമായിട്ട് 2 മെറ്റീരിയലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ മെറ്റീരിയൽ ലോഞ്ചിങ് വരുന്നുണ്ട്. ലിക്വിഡ് വാൾപേപ്പർ ഇത് നമ്മൾ 60 രൂപ മുതൽ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഈ മെറ്റീരിയലിന്റെ കേരളത്തിൽ എവിടെ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ജുസ്തിന എന്ന് പറഞ്ഞിട്ടുള്ള ജുസ്തിന ടെക്സ്റ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ്. ഇതിപ്പോ നമ്മള് വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ടൈം കാണിച്ചാണ്. ഇത് അത് കൂടാതെ ഒരു സംഭവമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മെറ്റീരിയലാണ്. ഇപ്പോ നന്നായിട്ട് മൂവിംഗ് ഉള്ള മെറ്റീരിയലാണ്. ഇതിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറെ ഈ വാൾപേപ്പറിന്റെ ഈ ഒരു കാറ്റഗറിയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമായിരിക്കും. ഔട്ട്ഡോർ ചെയ്യാൻ പറ്റും. വാൾപേപ്പറോ ഇതൊന്നും നമുക്ക് ഔട്ട്ഡോർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഔട്ട്ഡോർ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ നിങ്ങൾ ഇനി ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വരിക. വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വരിക. ലൊക്കേഷൻ നമ്മളെ കോഴിക്കോട്. അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട കേരളത്തില് ദൂരെ വഴിക്കുള്ള ആളുകൾക്കൊന്നും ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ബന്ധപ്പെടാം, മെറ്റീരിയൽ അയച്ചു കൊടുക്കാം. വർക്ക് ഉണ്ടെങ്കിൽ ആ ട്രാവലിംഗ് എത്ര ദൂരം അനുസരിച്ച് അത്യാവശ്യം നല്ല വർക്കൊക്കെ നമ്മൾ അവിടെ പോയി ചെയ്തു കൊടുക്കും. കേരളത്തിന് പുറത്ത് വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ലൊക്കേഷൻ ഒന്നുകൂടി പറയാണ്, നമ്മുടെ കോഴിക്കോട് സ്റ്റേഡിയത്തിന്റെ അടുത്ത് സ്റ്റുഡിയോയുടെ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് കേട്ടോ, BM വാൾപേപ്പേഴ്സ്, മക്കോലത്തിലായി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മളെ ഫർണിച്ചറിന്റെ വീഡിയോസ് ഒക്കെ കാണിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.